എന്താണ് മോഹന? മോളുടെ കല്യാണമായിട്ട് നല്ല ടെൻഷനാണല്ലോ മുഖത്ത്. ഒന്ന് ഉഷാറായിട്ട് നിൽക്കുന്ന മാഷേ. വീട്ടിലേക്ക് വന്നു കയറിയാളെ നോക്കി മോഹനൻ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറ്റിയിരുത്തി. എതിർവശത്തേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഭിത്തിയിലേക്ക് തലച്ചാരിയിരിക്കുന്ന മല്ലികയാണ് മോഹനൻ കാണുന്നത്. എന്താടി, എന്തുറ്റി? ചേട്ടാ, മായ നമ്മളെ ചതിച്ചു. കയ്യിൽ കിട്ടിയ കത്തെടുത്ത് അവൾ മോഹനന്റെ കൈ കൊടുത്തു. അത് കൊടുക്കുമ്പോൾ തളർന്നു വീഴാൻ പോകുന്ന തന്റെ ഭാര്യയെ അയാളൊന്ന് ചേർത്ത് പിടിച്ചു. അച്ഛാമ്മേ, ഞാൻ പോകുന്നു. നിങ്ങളോട് ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ആൽഫിയെ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അച്ഛനും അമ്മയും എന്നോട് പൊറുക്കണം. കത്ത് വായിച്ചു കഴിഞ്ഞ് മോഹനൻ നെഞ്ചിൽ കൈയും വെച്ച് ഒരു മൂലയിൽ മാറിയിരുന്നു. അച്ഛാ, എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മീര മല്ലികയുടെയും മോഹനന്റെയും അടുത്ത് വന്നിരുന്നു. മല്ലിക ആ കത്തെടുത്ത് മീരയുടെ കൈ കൊടുത്തു. അവൾ ആ കത്ത് വായിക്കുമ്പോൾ തന്റെ സ്വന്തം കൂടപ്പിറപ്പ് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. മൂവരും ഒരുപോലെ തളർന്നിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന വിഷമമായിരുന്നില്ല, അത് ഭയമായിരുന്നു. ആ ഭയത്തിന് ഒരേ ഒരു പേര്: കാളിദാസൻ. മോഹനൻ കാളിദാസന്റെ കയ്യിൽ നിന്നും പലിശയ്ക്ക് നല്ലൊരു തുക കൈപ്പറ്റിയിരുന്നു. തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ 35കാരനായ കാളിയുടെ മനസ്സിൽ ഒരേ ഒരു മോഹം തോന്നി. മോഹനന്റെ സുന്ദരിയായ മകൾ മായയെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. മനസ്സില്ലാ മനസ്സോടെ മായയുടെ ഇഷ്ടം പോലും നോക്കാതെ മോഹൻ അത് സമ്മതിക്കേണ്ടി വന്നു. മോഹനയുടെ ചെറുക്കനും കൂട്ടരും ഇങ്ങെത്താറായി. നിങ്ങളെന്താ എല്ലാരും ഇവിടെ ഇരിക്കുന്നേ? പെണ്ണിനെ ഇറക്കുന്നില്ലേ? അയൽവാസിയായ രമേശിന് അത് പറയുമ്പോൾ മോഹനന്റെ നെഞ്ചിരിപ്പിന് താളം കൂടി. രമേശ്, ഒരു പ്രശ്നമുണ്ട്. മോഹനൻ നടന്ന കാര്യങ്ങളെല്ലാം രമേശിനോട് പറഞ്ഞു. രമേശിന് അത് കേട്ടതും തലയ്ക്ക് കൈയും കൊടുത്ത് വീട്ടുമുറ്റത്ത് തന്നെ ഇരുന്നു. രമേശ, എന്തേലും ഒന്ന് ചെയ്യണം. രമേശൻ ഒരു നിമിഷം നിശബ്ദമായി നിന്നു. മോഹനയുടെ കാളിയുടെ കാര്യം അതെന്നെ കൊണ്ട് കൂട്ടിയ കൂടുമെന്ന് തോന്നില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ആരെങ്കിലും കൂടെ വേണം. നിങ്ങളെന്തിനാ അയാളെങ്ങനെ പേടിക്കുന്നേ? നമുക്ക് നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് പറഞ്ഞാ പോരെ? മീര അത് പറയുമ്പോൾ കൂടെ നിന്നവർ അവളെ ദയനീയമായി നോക്കി. അടുത്ത നിമിഷം ചീറിപ്പാഞ്ഞു വരുന്ന കാറുകളും ബസ്സുകളും കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും പാതി ജീവൻ പോയി. ചെറുക്കനും കൂട്ടനും വന്നിറങ്ങിയപ്പോൾ തന്നെ രമേശിന് ഒരാളെയും കൂട്ടി കാളിദാസിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. ഒറ്റ ചവിട്ടിന് രമേശൻ അടുക്കി വെച്ചിരുന്ന കസേരയ്ക്ക് മുകളിൽ വീഴുമ്പോൾ ആ നിമിഷം തന്നെ മോഹനന്റെ ഷർട്ടിന്റെ കോളറിൽ കാളിദാസിന്റെ പിടിവീണിരുന്നു. തന്തേമോളും കൂടെ എന്നെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ? ഇത്രയും പേർക്ക് മുന്നിൽ നാണം കെട്ട് കാളിദാസൻ ഇവിടുന്ന് പോകില്ല. ഒന്നെങ്കിൽ നീ വാങ്ങിച്ചുകൊണ്ട് പോയ കാശ് അതെനിക്കിപ്പം കിട്ടണം, അല്ലെങ്കിൽ നിന്റെ മോള്. അത് പറഞ്ഞു തീരുമ്പോൾ തന്നെ കാളിയുടെ കണ്ണുകൾ മീരയിലേക്കാണ് പോയത്. പെട്ടെന്ന് തന്നെ കാളി മോഹനന്റെ ഷർട്ടിൽ നിന്നും കൈയെടുത്തു. ഓക്കെ, കഴിഞ്ഞതെല്ലാം നമുക്കിപ്പം മറക്കാം. ദേ ഈ നിമിഷം നിങ്ങൾ വാങ്ങിച്ച കാശും എനിക്ക് തരണ്ട. പകരം എനിക്ക് ഇവളെ കെട്ടിച്ചു തരണം, നിങ്ങളുടെ ഇളയമകൾ മീരെ. സമ്മതമാണെങ്കിൽ ഇതേ കല്യാണപ്പന്തലിൽ പറഞ്ഞ മുഹൂർത്തത്തിനുള്ളിൽ ഇവള് വന്നിരിക്കണം, അല്ലെങ്കിൽ നീ വാങ്ങിച്ച കാശ് അവിടെ കൊണ്ടുതരണം. മോനെ, നിന്റെ കാല് ഞാൻ പിടിക്കാം. പൈസ തിരിച്ചുതരാൻ ഞാൻ കുറച്ച് സാവകാശം തരണം. അച്ഛാ, വേണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് സമ്മതം. മീരയുടെ ശക്തമായ വാക്കുകൾ കാളിദാസന്റെയും മണ്ഡപത്തിൽ കൂടി നിന്നവരുടെയും മുഖത്തൊരു പുഞ്ചിരി വിടർത്തി. താൻ ജയിച്ചു എന്ന് സ്വയം കരുതി കാളിദാസൻ കല്യാണ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ ഇട്ടിരുന്ന അതേ വേഷത്തിൽ അവനെ മാംഗല്യമണിയിക്കാൻ മീരയുണ്ടായിരുന്നു. തന്നെക്കാൾ 10 വയസ്സ് മൂപ്പുള്ള ഒരുവന്റെ താലി അവളുടെ കഴുത്തിലേക്ക് അണിയുമ്പോൾ തന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും അവൾ മറന്നു. തന്റെ അച്ഛന്റെ നിസ്സഹായമായ മുഖം അവൾ കണ്ടു. നെഞ്ചി പൊട്ടിനീർന്ന മനസ്സോടെ അയാൾ നിൽക്കുന്നത് കണ്ടിട്ടും ഉറച്ച മനസ്സോടെ മീര കാളിദാസിന്റെ വധുവായി. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്നിറങ്ങിയപ്പോൾ കാളി മോഹനെ ഒന്ന് ചേർത്ത് പിടിച്ചു. കഴിഞ്ഞതെല്ലാം നിങ്ങൾ ഇനി മറക്കണം. ഇനി നിങ്ങൾ എന്റെ അമ്മായിച്ചനാണ്, അല്ലേടി മോളെ? കാളി അത് പറയുമ്പോൾ മീര അവളുടെ കൈകൾ ചുരുട്ടി പിടിച്ചു. അവന്റെ മുഖത്ത് നോക്കിയൊന്ന് പൊട്ടിക്കാനുള്ള ദേഷ്യം അവളിലുണ്ടായിരുന്നു. അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് അവൾ കാളിക്കൊപ്പം കാറിലേക്ക് കയറി. സാധാരണ കല്യാണം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ കരഞ്ഞ് നിലവിളിക്കാറാണ് പതിവ്. ഇതൊന്നുമില്ലാതെ കല്ലുപോലിരിക്കുന്ന മീരയെ കണ്ടപ്പോൾ കാളി തന്നെ അത്ഭുതപ്പെട്ടു പോയി. അവൻ മെല്ലെ കൈകൾ കൊണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ മീര പെട്ടെന്ന് അവനെ തള്ളിമാറ്റി ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. വണ്ടി അപ്പോഴേക്കും കാളിദാസിന്റെ വീട്ടുമുറ്റത്തെത്തി. പറമ്പും തോട്ടവും നിലവും എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു ഇരുനില കെട്ടിടം. അവളത് നോക്കി നിൽക്കുമ്പോൾ കാളിദാസിന്റെ മനസ്സിൽ കാലിത്തൊഴുത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് വന്നവൾ. അവൻ അത് കണ്ട് പുച്ഛത്തോടെ അകത്തേക്ക് കയറുമ്പോൾ കഴുത്തിൽ ആഭരണങ്ങളുടെ ഒരു കളക്ഷനുമായി ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി. അവരുടെ കയ്യിൽ എടുത്താ പൊങ്ങാത്ത ഒരു നിലവിളക്കുണ്ട്. അതാണ് ദേവപ്രഭ, കാളിദാസിന്റെ അമ്മ. അവർ മുഖത്തൊരു വികാരവുമില്ലാതെ ആ നിലവിളക്ക് മീരയുടെ കയ്യിൽ കൊടുത്തു. വലതുകാൽ വെച്ച് കയറ്. അവൾ അകത്തേക്ക് കയറുമ്പോൾ കാളിയുടെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്നവർ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. സന്ധ്യയോടടുത്തപ്പോ വീട്ടിൽ കൂടി നിന്നവരെല്ലാം പിരിഞ്ഞുപോയി.
ദേവപ്രഭ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് മീരയുടെ കൈ കൊടുത്തു. മോളെ, ഇത് ഞാൻ പറഞ്ഞതുണ്ടല്ലോ, ആദ്യം അവന് കൊടുത്തിട്ട് ബാക്കി നീ കുടിക്കണം. മീര ഒന്നും തിരിച്ചു പറയാതെ പാലും എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് ചെന്നതും കിടപ്പുമുറി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിയിൽ വരെ പൂക്കൾ. കിടക്കയിൽ എന്തൊക്കെയോ തളിച്ചിട്ടുണ്ട്. സിംഹാസനം പോലെ ഒരു കസര, അതിൽ ചാരിയിരുന്ന് കയ്യിൽ കെട്ടിവെച്ച പൂക്കൾ മണത്തിരിക്കുകയാണ് കാളി. അവനെ കണ്ടതും തന്റെ ഇടം കാലുകൊണ്ടൊന്ന് തൊഴിക്കാൻ തോന്നി അവൾക്ക്. ഒരു കണക്കിന് നിന്റെ ചേച്ചി പോയത് നന്നായി. അവളെക്കാൾ എന്തുകൊണ്ടും എനിക്ക് ചേരുന്ന നീ തന്നെയാണ്. നിന്റെ മുഖത്ത് കാണുന്ന ദേഷ്യം കണ്ടാൽ എനിക്കറിയാം. ചതിയിലൂടെയും ഭീഷണിയിലൂടെയാണ് നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. 33 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ നാട്ടുകാർ പറഞ്ഞു തുടങ്ങി, തെമ്മാടിയും താന്തോന്നിയുമായ കാളിദാസിന് ഇനി പെണ്ണ് കിട്ടില്ല എന്ന്. പറഞ്ഞവന്മാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇന്ന് ഈ 35-ാം വയസ്സിൽ കാളിദാസൻ പെണ്ണ് കെട്ടി നിന്റെ കഴുത്തിൽ. അത് പറയുമ്പോൾ മീരയുടെ മുഖത്ത് പുച്ഛമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആ പുച്ഛത്തെ മനോഹരമായൊരു പുഞ്ചിരിയോടെ ഏറ്റെടുത്ത് അവളുടെ കണ്ണിൽ നോക്കി നടന്നു. മീരയുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങിക്കാൻ കാളി കൈ തൊടുന്നതിന് മുമ്പ് തന്നെ ആ മുഴുവൻ ഗ്ലാസ് പാലും ഒറ്റ വലിക്കകത്താക്കി മീര. അത് കണ്ട സമയം കാളിയുടെ മുഖത്ത് ദേഷ്യം കൊണ്ട് അവൻ അലറി. അവനവളെ ബലമായി കീഴ്പ്പെടുത്താൻ നോക്കുമ്പോൾ, നിങ്ങൾക്കൊരു ജീവശവമാണ് വേണ്ടതെങ്കിൽ എന്നെ എടുക്കാം. ആത്മാവില്ലാത്തൊരു ശരീരം നിങ്ങൾക്ക് ഞാൻ തരാം. കാരണം എനിക്ക് നിങ്ങളെ വെറുപ്പാണ്, ഒരിക്കലും തീരാത്ത വെറുപ്പ്. അത് പറഞ്ഞവൾ കട്ടിൽ കിടന്ന് ബെഡ്ഷീറ്റ് എടുത്ത് നിലത്ത് വിരിച്ചിട്ടു. എന്റെ അച്ഛൻ കടം മേടിച്ചതിന്റെ കണക്ക് ഈ ഒരു താലികെട്ടിൽ അവസാനിച്ചു. ഇനി എന്റെ ശരീരവും മനസ്സും അതെന്റെ മാത്രം അവകാശമാണ്. ആർക്കു മുന്നിലും തോൽക്കാത്ത കാളി മീരയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി ഒന്നും മിണ്ടാതെ പരിഭ്രമിച്ചു നിന്നു. കാരണം ഈ ലോകം മുഴുവൻ പിടിച്ചടക്കിയ താന്തോന്നിക്ക് സ്ത്രീകളോട് സംസാരിച്ചു പോലും പരിചയമില്ലായിരുന്നു. അവൻ ആ നിമിഷം അവളുടെ വാശിയെ അംഗീകരിച്ചുകൊണ്ട് തന്റെ മണിയറയിലെ അലങ്കരിച്ച ആ കിടക്കയിൽ വന്നിരുന്നു. തന്റെ കിടമുറിയിൽ നിലത്ത് കിടക്കുന്നവളെ ഒരു നിമിഷം നോക്കി. അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവളുടെ അനുവാദമില്ലാതെ അവളെ സ്പർശിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കിടന്നു. നേരം വെളുത്തപ്പം തന്നെ ദേവപ്രഭയും ഒരു ജോലിക്കാരിയും അടുക്കളയിൽ തന്നെ ഉണ്ടായിരുന്നു. മോളെ, ഇന്ന് ഈ ചായ കൊണ്ടുപോയി മോനെ കൊണ്ടുപോയി കൊടുക്ക്. ജോലിക്കാരി 2 കപ്പ് ചായ മീരയുടെ കൈ കൊടുത്തു. മീര ചായ മുറിയിലേക്ക് കൊണ്ടുപോയി ബെഡിന് തൊട്ടരികിലുള്ള ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ചെറിയ ശബ്ദം കേട്ടപ്പോൾ തന്നെ അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. എന്തോ ഭയമുള്ളതുപോലെ അവൾ കൊണ്ടുവന്ന ചൂട് ചായ അവൻ ഒറ്റ വലിക്കകത്താക്കി. ചേട്ടാ, ഇയാൾക്ക് നാക്കം പൊള്ളത്തില്ലേ? ഇതിനി മനുഷ്യൻ തന്നെയാണോ എന്ന് ചുണ്ടിൽ പെറുപെറുത്തുകൊണ്ട് മീര പുറത്തേക്ക് പോയി. മീര മുറിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് തന്നെ ദേവപ്രഭ അവിടേക്ക് വന്നു. മോളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുത്തെ ഒരു കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോയിട്ട് വാ. പെട്ടെന്നാവട്ടെ, നടയടക്കുന്നതിന് മുമ്പ് തന്നെ. മീര ഒന്ന് തലയാട്ടി മുറിയിലേക്ക് ചെന്നു. അതെ, നിങ്ങളുടെ അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു തീർന്ന നിമിഷം തന്നെ അവൾ കൊണ്ടുവന്ന ബാഗിൽ നിന്നും ഒരു തോർത്തെടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. അമ്പലത്തിലോടൊന്നും ഞാനില്ല, ഞാൻ അവിടെ ഒന്നും പോകാറില്ല. മീര അത് കേട്ടതും തിരിഞ്ഞു നിന്ന് അവനോട് പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് പോയി പറ. മീര കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാളിദാസൻ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതെ, എനിക്ക് തുണി മാറണം, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേ. നിന്റെ ശരീരത്തിൽ തുടരുതെന്നല്ലേ ഉള്ളൂ, മുറിയിലിരിക്കാൻ പാടില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ശരീരം അവരുടെ മാത്രം സ്വകാര്യതയാണ്. അത് ആർക്കു മുന്നിൽ കാണിക്കണം എന്നതും അവളുടെ അവകാശം തന്നെയാണ്. അതെ, ഞാൻ നിന്റെ താലികെട്ടി ഭർത്താവാണ്, അല്ലാതെ വഴി കൂടി പോയ ആരേലും അല്ല. നിങ്ങളൊന്ന് നിർത്തുവോ? നിങ്ങളെ ഒരു മനുഷ്യനായിട്ട് പോലും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, പിന്നല്ലേ ഭർത്താവ്. ഒരല്പം അന്തസ്സുണ്ടെങ്കിൽ ഒന്നിറങ്ങി പുറത്ത് നിൽക്കേ. എനിക്ക് തുണി മാറണം. പല്ല് കടിച്ചു പിടിച്ചവൻ പുറത്തേക്കിറങ്ങി. പുറത്തു നിൽക്കുന്ന കാളിയെ കണ്ടപ്പോ ശ്രീപ്രഭയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ അവനെ രൂക്ഷമായി നോക്കി. രണ്ടുപേരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ശ്രീപ്രഭ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവളെ ഇത് കൈവച്ചോ. കുറച്ച് പൂക്കളും വഴിപാടിനുള്ള കാര്യങ്ങളും മീരയുടെ കൈ കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരുടെ മുഖത്തേക്ക് അവളൊന്ന് ശ്രദ്ധിച്ചു. വന്നിട്ട് ഇത്രയും സമയമായിട്ട് പോലും രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് പോലുമില്ല. എന്നാൽ അവരോട് അധികം മിണ്ടാതിരുന്നിട്ടും സ്വന്തം മകളെപ്പോലെ ഒരു പരിഗണനയാണ് അവരവൾക്ക് കൊടുക്കുന്നത്.